ദൈവവേദലേ, നീ നിലവിളിച്ച വിഷയത്തിനകത്ത്, ദൈവസനി നിലവിളിച്ച വിഷയത്തിനകത്ത്, ഒരു സൂപ്പർ നാച്ചുറൽ പ്രൊവിഷനകത്തൂടെ ദൈവം ഒരു പരിഹാരം തരാനായിട്ട് ആഗ്രഹിക്കുക. നീ ഭാരപ്പെടുന്ന വിഷയത്തിനകത്ത് ട്വിസ്റ്റ് സംഭവിക്കും. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും ഒരു ദിവസം കൂടെ കർത്താവ് ദാനമായിട്ട് തന്നു. പ്രാർത്ഥനയോടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വചനഭാഗം എണ്ണയുടെ വർധനവിനെ കുറിച്ചാണ്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അടുത്ത വാക്യം കൂടെ വായിക്കുന്നു. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പുകൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാണ് അതിനകത്തെ അത്ഭുതം എന്ന് പറയുന്നത്. എണ്ണ നിറഞ്ഞതല്ല, ആ ദൈവപുരുഷൻ പറഞ്ഞ വാക്കാണ് അവിടുത്തെ അത്ഭുതമായിട്ട് മാറിയത്. വസ്തുതയത്, ഫാക്റ്റ്, അത് ട്രൂത്ത് എന്ന് പറയുന്നത് ആ ദൈവപുരുഷൻ പറയുന്നതാ. എണ്ണ വിറ്റ് കടം വീട്ടുക, ശേഷിപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ എണ്ണയുടെ മേൽ ദൈവത്തിൻ്റെ ആ ഒരു അനുഗ്രഹം വന്നു. മനസ്സിലായോ? ഈ വിഷയം നമുക്കറിയാം. ഈ സഹോദരി വളരെ പ്രയാസത്തിലൂടെ പോവുക. ഹസ്ബൻഡ് മരിച്ചപ്പോഴാണ് ഹസ്ബൻഡ് വരുത്തി വെച്ച കടം പുറത്തോട്ട് വന്നത്. മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ കടക്കാർ വന്നു. കാരണം വീട്ടിലൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ വീട്ടിൽ എണ്ണയ്ക്ക് ക്ഷാമമില്ല. പക്ഷെ അവിടുത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എണ്ണ ഉണ്ടെങ്കിലും അവർ അതിനെ മൂടി വെച്ചേക്കുവാൻ. ദൈവം നിനക്കുന്ന കൃപ മൂടി വെക്കാനുള്ളതല്ല. ദൈവം നിനക്കുന്ന അഭിഷേകം മൂടി വെക്കാനുള്ളതല്ല. ദൈവത്തിലെ നിനക്ക് ദൈവം തന്ന പ്രാർത്ഥന അത് മൂടി വെക്കാനുള്ളതല്ല. അത് വെളിപ്പെടുത്താനുള്ളതാ, അത് പ്രയോജനപ്പെടുത്താനുള്ളതാ, ദൈവനാമ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കാനുള്ളതാ. ദൈവനാമ മഹത്വത്തിനായിട്ട് അത് ഉപയോഗിക്കാനുള്ളതാ. ചെയ്യാമോ? എലീശായുടെ അടുത്ത് അവൾ ചെന്നത് അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളതാ. എലീശായുടെ അടുത്ത് കടം വീട്ടാനുള്ള നന്മ ചോദിക്കാൻ പോയ സഹോദരി കടം വീട്ടാനുള്ള നന്മയല്ല മേടിച്ചോണ്ട് വന്നത്. പിന്നെയോ അവരുടെ വീട്ടിനകത്തുള്ള എണ്ണ ഒന്ന് വ്യാപാരം ചെയ്യാനായിട്ടുള്ള ആ ഒരു കൃപയാ എലീശായിന്ന് മേടിച്ചോണ്ട് വന്നേ. അവളത് ചെയ്തു. അത് നടന്നു കഴിഞ്ഞപ്പോൾ നേരെ എലീശ അടുത്ത് എന്ന് പറയുക, ഇങ്ങനെയൊക്കെ സംഭവിച്ചു. യെസ്, എലീശ പറയുന്നത് ആരംഭമാ, ഇത് തുടക്കമായതേ ഉള്ളൂ. വലിയത് നിന്റെ വീട്ടിനകത്തോട്ട് വരാൻ പോവാ. ഇനി നിന്റെ വീട് നിലവിളി ഉയരുന്ന വീടല്ല. ഇനി നിന്റെ വീട് എണ്ണ വ്യാപാരം ചെയ്യുന്ന വീട്. ഞാനിത് ചില ആത്മീയ കുടുംബങ്ങളോടാ പറയുന്നത്. ചില ദൈവമക്കളുടെ ഭവനത്തിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ചില പ്രതിസന്ധികളുടെ കാരണം ദൈവപൈതലെ മറന്നു പോകരുത്. നീ ആത്മീയതയ്ക്ക് കൊടുക്കേണ്ട പ്രാധാന്യം അതിന് കൊടുക്കാതെ മറ്റ് പല കാര്യങ്ങളിലും നീ ഇൻവോൾവ് ആയിരിക്കുന്നതാണെന്ന് പരിശുദ്ധാത്മാവ് ദൈവശബ്ദമായിട്ട് നിന്നോട് പറയുന്നു. ആത്മീയതയ്ക്ക് കൊടുക്കേണ്ട സമയം നീ മൊബൈലിന് കൊടുക്കരുത്. ഫേസ്ബുക്കിനും മറ്റ് കാര്യാദികൾക്കും കൊടുക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യേണ്ട സമയം കർത്താവിൻ്റെ സന്നിധി തന്നെ ചെയ്യുക. നിനക്കത് അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. നിനക്കത് വിടുതലായിട്ട് മാറാൻ പോവുകയാണ്. യെസ്, മെസ്സേജിലോട്ട് വന്നേ. നീ നിൻ്റെ മക്കൾ ഉപജീവനം കഴിച്ചു കൊള്ളുക. മക്കളെ പിടിച്ചുകൊണ്ടൊന്നും പോത്തില്ല കേട്ടോ. നിൻ്റെ മക്കൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് ഉപജീവനം കഴിക്കുക. എന്തുവാ അതിൻ്റെ അർത്ഥം? എന്തുവാ? എണ്ണ വിറ്റ് കടം വീട്ടുക, എണ്ണ കൊണ്ട് ഉപജീവനം കഴിക്കുക. 1, ഞാൻ നിൻ്റെ വിഷയത്തിനകത്ത് പരിഹാരം തരാൻ പോവാ. 2, നീ എൻ്റെ വേല ചെയ്യണം. ഉണ്ടോ? ഞാൻ നിൻ്റെ വിഷയത്തിനകത്ത് പരിഹാരം തരും, പക്ഷേ നീ നിൻ്റെ മക്കൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്, എൻ്റെ വേല ചെയ്യണം. ഈ ദൂത് ചില കുടുംബങ്ങൾ കർത്തൃവേലയിൽ നിന്ന് അകന്ന് തലമുറകളെ വേറെ പല കാര്യാദികൾക്കുമായിട്ട് വിട്ട ദൈവം വിളിച്ചിറക്കിയ ചില കുടുംബങ്ങളുള്ള ദൈവശബ്ദം കൂടെയാണ്. വളരെ ഗൗരവത്തോട് നീ ദൂതേറ്റെടുത്താൽ തലമുറകൾക്ക് നിനക്കും അത് അനുഗ്രഹമാണ്. നിന്റെ തലമുറ ഭൗതികതയുടെ പുറകെ പോകേണ്ടതല്ല. ഭൗതികത നിന്നെ തേടി വരും. നിന്റെ തലമുറ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ട കുഞ്ഞാ. വളരെ ഗൗരവത്തോടെ ഈ ദൂത് ഏറ്റെടുക്കണേ. ഈ ദൂത് വിട്ട് കളയാതെ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം നിന്റെ തലമുറ നിനക്ക് പ്രയോജനപ്പെടാൻ പോവാ. വീണ്ടും ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. ചിലർ വരുത്തി വെച്ച ചില കടഭാരങ്ങൾ വീട്ടി ഹാലലിയ അങ്ങനെ തലമുറ പോകാനുള്ളതല്ല. പിന്നെയോ കർത്തൃവേലയെ പ്രയോജനപ്പെട്ട് ആത്മാക്കളെ നേടി നേരെ നിത്യതയ്ക്കായിട്ട് ഒരുക്കി
അങ്ങനെ കിട്ടുന്ന നന്മ കൊണ്ട് ഉപജീവിക്കാനുള്ളതാണ്. അതിനു മുമ്പ് ആദ്യം നിന്റെ വിഷയത്തിൽ ദൈവം പരിഹാരമാക്കി. ഈ ദിവസങ്ങളിൽ ഇതെല്ലാവർക്കും ഉള്ള ദൂതും അല്ല. ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് കുഞ്ഞുങ്ങളെ ദൈവത്തിന് ഹിതമില്ലാത്ത വഴിയിൽ പോയി ഇപ്പോഴും അതിൻ്റെ ആഘാതങ്ങൾ പേറി നടക്കുന്ന എല്ലാവരോടുള്ള ദൈവത്തിൻ്റെ ദൂത് വളരെ കർശനമായിട്ട് പറയുന്ന ദൂതായത്. ഇന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്ക്. ദൈവത്തിൻ്റെ ശബ്ദമില്ലാതെ ഇറങ്ങിത്തിരിച്ച് എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ? പരാജയപ്പെട്ട് മൂക്കുകുത്തി താഴെ കിടക്കില്ലയോ? പക്ഷേ ഈ ദൂതിന് മുമ്പ് നെടുമ്പാട് വീണ് അപ്പാ തെറ്റുപറ്റിപ്പോയെന്ന് പറഞ്ഞ് ഏറ്റുപറഞ്ഞെന്ന് പ്രാർത്ഥിയില് അത്ഭുതം സംഭവിക്കുന്നു. എന്നെ കർത്തൃവേലയെ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ ആയിരിക്കുന്ന ആലയത്തിൽ നീയുമായിട്ട് ദൈവം ഒരു കണക്ഷൻ തന്നെങ്കിൽ അവിടെയുള്ള ദൈവദാസന്മാരോ ദൈവമക്കളോ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന കണ്ട് നീ കർത്തൃവേലയിൽ നിന്ന് അന്യം നിന്ന് പോകരുത്. ദൈവം നിന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി നീ ചെയ്ത്. കർത്താവിനെ ചെയ്യുന്നത്, ഒരു മനുഷ്യർക്കും അല്ല ചെയ്യുന്നത്, കർത്താവിനെന്നാണോ ചെയ്യുക. അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന പലരും ദൈവിക ഉത്തരവാദിത്വത്തിലേക്ക് മടങ്ങി വരുവാണ്, ദൈവിക ദൗത്യത്തിലേക്ക് മടങ്ങി വരുവാണ്. സ്വർഗ്ഗം അവരെ മാനിക്കണം, അനുഗ്രഹിച്ച് നടത്തണം, വഴി നടത്തി സൂക്ഷിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.